വെൽക്കം, തഹമനാണ്. നർവസ് സിസ്റ്റം വീഡിയോ സീരീസിൽ നമ്മൾ ഈ വീഡിയോയിൽ ഡിസെൻഡിങ് മോട്ടോ ട്രാക്സ്. ഡിസെൻഡിങ് മോട്ടോ ട്രാക്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് സൊമാറ്റോ സെൻസറി ട്രാക്സിനെ കുറിച്ചിട്ടാണ്. അത് വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്പൈനൽ കോഡ് വഴി ഇങ്ങനെ അങ്ങ് പോയി സ്പൈനൽ കോഡിലെത്തി അവിടെ നിന്ന് ബ്രെയിനിലേക്ക് പോകുന്നതാണ്. അത് സെൻസറി ട്രാക്സ് ആണെന്ന് പറഞ്ഞു. അതിനെ നമ്മൾ അസെൻഡിങ് ട്രാക്സ് ആണെന്ന് പറഞ്ഞു. അത് തന്നെ വിവിധ തരം നമ്മൾ കണ്ടു. ഡോർസൽ കോളം പാത്വേ കണ്ടു, ആന്റീരിയർ പാത്വേ, ലാറ്ററൽ പാത്വേ, ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടു. പിന്നെ കോർട്ടക്സിൽ വിവരം എത്തി, സെൻസറി കോർട്ടക്സിൽ വിവരം എത്തി. ഇനി അപ്പോൾ മോട്ടോർ കോർട്ടക്സ് എടുക്കുന്ന തീരുമാനങ്ങൾ, ഇതൊക്കെ അനുസരിച്ച് മോട്ടോർ കോർട്ടക്സ് എടുക്കുന്ന തീരുമാനങ്ങൾ നമുക്ക് താഴേക്ക് എത്തണം. ഇതിന് നമുക്ക് ഡിസെൻഡിങ് ട്രാക്സ്, ഈ റെഡ് കളറിൽ ഞാൻ വരച്ചിരിക്കുന്നതാണ് ഡിസെൻഡിങ് ട്രാക്സ്. അപ്പോൾ ഡിസെൻഡിങ് ട്രാക്സ് എന്നോ മോട്ടോർ ട്രാക്സ് എന്നോ ആയിരിക്കും നമ്മൾ വിളിക്കുക. ആൻഡ് ഈ ഡിസെൻഡിങ് ട്രാക്സിന്റെ ഇപ്പോൾ ബേസിക് പേര് നമ്മൾ ഇടുകയാണെങ്കിൽ, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ബ്രെയിനിൽ നിന്ന് ആരംഭിക്കുകയാണെങ്കിൽ നമുക്ക് കോർട്ടിക്കോ എന്നിടാം. സ്പൈനൽ കോഡിലാണ്, അപ്പോൾ സ്പൈനൽ കോർട്ടിക്കോ സ്പൈനൽ ട്രാക്സ് എന്നാണ് ഒരു ബേസിക് പേര്, കോർട്ടിക്കോ സ്പൈനൽ ട്രാക്സ്. മുകളിലേക്ക് പോകുന്നത് സ്പൈനോ തലാമിക് ആയിരുന്നു. സ്പൈനൽ കോഡിൽ നിന്ന് തലാമസ് നിന്ന് അവിടെ നിന്ന് കോർട്ടക്സിലേക്ക് പോകും. നമ്മൾ ഈ കോർട്ടിക്കോ സ്പൈനൽ ട്രാക്സ് വിവിധ തരം, അതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയാം. ഈ മോട്ടോർ ട്രാക്സും വിവിധ തരമുണ്ട്. ക്യാൻ ബി ഡയറക്റ്റ് ആകാം, ഓർ ഇൻഡയറക്റ്റ് ആകാം, അല്ലെങ്കിൽ അതിന് വേറൊരു പേരുള്ളത് പിരമിഡൽ. ഡയറക്റ്റിനെ നമുക്ക് പിരമിഡൽ എന്നും വിളിക്കാം. ഇത് നമ്മൾ എക്സ്ട്രാ പിരമിഡൽ. ഇങ്ങനെയും പേരുണ്ട്, ഡയറക്റ്റ് ഓർ പിരമിഡൽ, ഓർ ഇൻഡയറക്റ്റ് ഓർ എക്സ്ട്രാ പിരമിഡൽ. ആദ്യത്തേത് സെറിബ്രൽ കോർട്ടക്സിലെ, ബ്രെയിനിലെ കോർട്ടക്സിലെ പിരമിഡൽ സെൽസിൽ നിന്ന് ആരംഭിക്കുന്നതാണ്. പിരമിഡൽ സെൽസിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഒറിജിനേറ്റ് ചെയ്യുന്നു, താഴേക്ക് സ്പൈനൽ കോഡിനൊക്കെ ഡിസെൻഡ് ചെയ്യുന്നതാണ്. അതാണ് അപ്പോൾ പിരമിഡൽ ട്രാക്സ് ഓർ ഡയറക്റ്റ് ട്രാക്സ്. ആൻഡ് ഇവയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ബ്രെയിൻ സ്റ്റെമ്മിലെ മെഡുല്ല നമ്മൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയാണല്ലോ, ഇത് ഒലീവ്സ്, ഇത് രണ്ട് ഒലീവ്സ്, ഇത് പിരമിഡ് എന്നാണ് പറയുന്നത്. ആൻഡ് ഇത് മെഡുല്ലയുടെ പിരമിഡ് വഴി കൂടിയാണ് പോകുന്നത്. സെറിബ്രൽ കോർട്ടക്സിലെ പിരമിഡൽ സെൽസിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നു, മെഡുല്ലയുടെ പിരമിഡ് കൂടി പോകുന്നു. അതുകൊണ്ടാണ് പ്രധാനമായിട്ടും മെഡുല്ലയുടെ പിരമിഡിലൂടെ പോകുന്നതുകൊണ്ടാണ് നമ്മൾ പിരമിഡൽ ട്രാക്സ് എന്ന് വിളിക്കുക. ഇനി ഇത് തന്നെ വീണ്ടും രണ്ട് തരമുണ്ട്. സ്പൈനൽ കോഡിന്റെ സ്ട്രക്ചർ ഓർത്തു കഴിഞ്ഞാൽ, ഞാനിവിടെ സ്പൈനൽ കോഡിന്റെ സ്ട്രക്ചർ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് ഡിസ്ക്രൈബ് ചെയ്താണ്, അതുകൊണ്ട് ഇവിടെ ഫുൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. സ്പൈനൽ കോഡിന്റെ ലാറ്ററൽ കോളം വഴി, ഇതാണ് ലാറ്ററൽ കോളം, സൈഡിലുള്ളത് ലാറ്ററൽ വഴി പോകുന്നതിനെ അപ്പോൾ നമ്മൾ ലാറ്ററൽ കോർട്ടിക്കോ സ്പൈനൽ ട്രാക്സ് എന്ന് വിളിക്കും. ആൻഡ് സ്പൈനൽ കോഡിന്റെ ഇത് ആന്റീരിയർ, അല്ലെങ്കിൽ ഈ വഴി ആന്റീരിയർ വഴി പോവുകയാണെങ്കിലോ, ആന്റീരിയർ വഴി പോകുന്നതിനെ നമ്മൾ ആന്റീരിയർ കോർട്ടിക്കോ സ്പൈനൽ ട്രാക്സ് എന്ന് വിളിക്കും. പിരമിഡൽ ട്രാക്സ് ക്യാൻ ബി, വീണ്ടും രണ്ട് തരമാക്കി, നമ്മൾ ലാറ്ററൽ ആൻഡ് ഓൾസോ ആന്റീരിയർ. ആൻഡ് ഈ എക്സ്ട്രാ പിരമിഡലും പിരമിഡ് വഴിയല്ല പോകുന്നതെങ്കിലും ഇതും അവസാനം പോകുന്നത് ആന്റീരിയറും ലാറ്ററൽ വഴി തന്നെയാണ് കേട്ടോ. ഇനി വേറൊരു ഡയറക്റ്റ് ഡിസെൻഡിങ് ട്രാക്സ് ഉണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുക കോർട്ടിക്കോ ന്യൂക്ലിയർ ട്രാക്സ് എന്നാണ്. കോർട്ടിക്കോ ന്യൂക്ലിയർ ട്രാക്സ് ഓർ കോർട്ടിക്കോ ബൾബാർ എവിടെ കേട്ടാലും നമുക്കത് മനസ്സിലാക്കുക, അത് മെഡുല്ലയെ പറ്റിയാണ് പറയുക. ഇത് സ്പൈനൽ കോഡ് വരെ ഇങ്ങോട്ടേക്ക് എത്തുന്നില്ല, ഇവിടം വരെ എത്തുന്നുള്ളൂ. ദാറ്റ് മീൻസ് ഓൺലി അപ് ടു മെഡുല്ല. കോർട്ടക്സിൽ നിന്ന് തുടങ്ങി, ഇവിടെ നിന്ന് തുടങ്ങി എന്ന് വിചാരിക്കുക, തുടങ്ങി ഇങ്ങനെ വന്ന് ബാക്കി എല്ലാം സെയിം ആണ്. പക്ഷെ ഇവിടെ എവിടെയൊക്കെയാണ് അവസാനിക്കുന്നത് ബ്രെയിൻ സ്റ്റെമ്മിലെ വിവിധ ന്യൂക്ലിയകളിലാണ്, ക്രേനിയൽ നെർവ്സിന്റെ ന്യൂക്ലിയകളിലാണ് ഇത് അവസാനിച്ചത്. അതുകൊണ്ടാണ് അവയെ കോർട്ടിക്കോ ന്യൂക്ലിയർ ട്രാക്സ് എന്ന് വിളിക്കുക. ഇതാണ് വേറൊരു, ഇതും ഡയറക്റ്റ് ആണ്. ഇനി ഈ ഇൻഡയറക്റ്റ് ഓർ എക്സ്ട്രാ പിരമിഡൽ, ഇത് ആരംഭിക്കുന്നത് സെറിബ്രൽ കോർട്ടക്സിൽ നിന്നല്ല. ഇപ്പൊ ഇത്രയും ഭാഗം നമ്മൾ സെറിബ്രൽ കോർട്ടക്സ് ആയിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നല്ല ആരംഭിക്കുന്നത്, കോർട്ടക്സിന്റെ താഴെയുള്ള ഭാഗങ്ങളിൽ നിന്നാണ്. അപ്പൊ അതിനെ നമ്മൾ സബ് കോർട്ടിക്കൽ, ദീസ് ആർ സബ് കോർട്ടിക്കൽ ഒറിജിൻ ആണ്. എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്, ഇവിടെ മിഡ് ബ്രെയിൻ ആകാം, അല്ലെങ്കിൽ ഇവിടെ പോൺസ് ആകാം, അല്ലെങ്കിൽ ഇവിടെ മെഡുല്ല. ഇത്രയും ഭാഗങ്ങളിൽ നിന്നായിരിക്കും ആരംഭിക്കുക. ആൻഡ് ഇതും അധികം ഇങ്ങനെ ഒരുപാട് സ്പൈനൽ കോഡിന്റെ ഏറ്റവും അടിഭാഗത്തേക്കൊന്നും പോകണമെന്നില്ല. ഇതാണ് എക്സ്ട്രാ പിരമിഡൽ. ഇറ്റ് ഈസ് നോട്ട് സ്റ്റാർട്ടിംഗ് ഫ്രം ദ പിരമിഡൽ സെൽസ് ഓഫ് കോർട്ടക്സ്. ആൻഡ് രണ്ടാമത്തത്, ഇത് ഈ പറഞ്ഞ പോലെ മെഡുല്ലയുടെ പിരമിഡിലൂടെയും സൈഡിലൂടെ ഇങ്ങനെ ആയിരിക്കും പോവുക, മെഡുല്ലയുടെ പിരമിഡൽ ഭാഗത്ത് കൂടി പോവുക. ഇത് രണ്ടും കൊണ്ടാണ് ഇതിനെ എക്സ്ട്രാ പിരമിഡൽ ട്രാക്സ് എന്ന് വിളിക്കുക. ആൻഡ് പക്ഷേ ഇവിടുന്ന് താഴത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് പിന്നെയും പോകുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ആന്റീരിയർ ഭാഗത്ത് കൂടെയും
ലാറ്ററൽ ഭാഗത്തു കൂടിയും തന്നെ ആയിരിക്കും പോവുക. ഇപ്പോൾ ഉദാഹരണം റുബ്രോ സ്പൈനൽ ട്രാക്ട്, റുബ്രോ സ്പൈനൽ, നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് പുറകെ കാണാം. ഇനി അസെൻഡിങ് സെൻസറിയിൽ നമ്മളിതാ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ നിന്ന് ഇവിടം വരെയൊക്കെ എത്തുന്നതിനെ നമ്മൾ ഫസ്റ്റ് ഓർഡർ എന്നാണ് പറഞ്ഞത്, ഫസ്റ്റ് ഓർഡർ. ദെൻ ഇവിടെ നിന്ന് ഇവിടം വരെ പോകുന്നത് സെക്കൻഡ് ഓർഡർ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നത് തേർഡ് ഓർഡർ. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പേരിട്ട് വിളിച്ചത്. പക്ഷെ ഇവിടെ നമ്മൾ ഈ പേരൊന്ന് പരിഷ്കരിക്കും. സംഭവം ഇതൊക്കെ തന്നെയാണെങ്കിലും നമ്മൾ ബ്രെയിനിൽ നിന്ന് ഇവിടെ നിന്ന് തുടങ്ങി താഴേക്ക് വരുന്നതിനെ നമ്മൾ വിളിക്കുക അപ്പർ മോട്ടോർ ന്യൂറോൺസ് എന്നാണ്. സോ അപ്പർ മോട്ടോർ ന്യൂറോൺസ് ഓർ UMN എന്ന് നമ്മൾ വിളിക്കും. സംഭവം ആ ഫസ്റ്റ് ഓർഡർ ഒക്കെ തന്നെയാണ്. സോ ഇവിടെയാണ് ഫസ്റ്റ് ഓർഡർ തുടങ്ങുന്നത്, ഇവിടെയാണല്ലോ. ദെൻ ഈ അപ്പർ മോട്ടോർ ന്യൂറോണിന്റെ അപ്പോൾ സെൽ ബോഡി എവിടെയായിരിക്കും? സെൽ ബോഡി മോട്ടോർ കോർട്ടക്സിലായിരിക്കും. കോർട്ടക്സിനകത്തുള്ള മോട്ടോർ കോർട്ടക്സ് അതിനകത്തായിരിക്കും ഇരിക്കുക. അതിന്റെ ആക്സോൺ, അപ്പോൾ ഇതാണെങ്കിൽ ഈ ആക്സോൺ ഇങ്ങനെ ഇവിടെ നിന്ന് താഴേക്ക് ഇങ്ങോട്ടേക്ക് വരികയായിരിക്കും. താഴേക്ക് വന്ന് സ്പൈനൽ കോഡിന്റെ ഗ്രേ മാറ്റർ. സോ ഇതാണ് സ്പൈനൽ കോഡിന്റെ ഗ്രേ മാറ്റർ എങ്കിൽ ഇവിടെ വന്ന് അവസാനിക്കുകയായിരിക്കും. അവിടം വരെ നീളം ഉണ്ടായിരിക്കും സ്പൈനൽ കോഡിന്റെ ഗ്രേ മാറ്ററിൽ വന്ന്. സോ അപ്പർ മോട്ടോർ ന്യൂറോൺ UPN സ്പൈനൽ കോഡിന്റെ ഗ്രേ മാറ്ററിലായിരിക്കും വന്ന് അവസാനിക്കുക. ദെൻ ഇനി സ്പൈനൽ കോഡിന്റെ ഇവിടെ നിന്ന് ആരംഭിക്കുന്ന അടുത്തത്, അല്ലെങ്കിൽ ഈ അപ്പർ മോട്ടോർ ന്യൂറോണിനോടത്ത് നിന്ന് തുടങ്ങുന്ന അടുത്ത ന്യൂറോണിനെ നമ്മൾ വിളിക്കുക. സോ ഇത് ഇവിടെ എത്തി, ഇതാണ് കൂട്ടം, ഇത് സ്പൈനൽ കോഡിന്റെ. ഇവിടെ നിന്ന് തുടങ്ങുന്നതിനെ നമ്മൾ വിളിക്കുക ലോവർ മോട്ടോർ ന്യൂറോൺസ്. ലോവർ മോട്ടോർ ന്യൂറോൺസ് ഇത് തന്നെ പല ടൈപ്പ് ഉണ്ട്. ചിലപ്പോൾ ഉദാഹരണം നമ്മൾ വോളണ്ടറി മസിൽസ്, സ്കെലിറ്റൽ മസിൽസിലേക്ക് പോകുന്നതിന് നമ്മൾ സൊമാറ്റിക് മോട്ടോർ ന്യൂറോൺസ് എന്ന് വിളിക്കും. സോ ഇറ്റ് ക്യാൻ ബി സൊമാറ്റിക് മോട്ടോർ ന്യൂറോൺസ്. അതാണ് ഫേമസ് ആൽഫ മോട്ടോർ ന്യൂറോൺ, ഗാമ മോട്ടോർ ന്യൂറോൺ എന്നൊക്കെ പറഞ്ഞാൽ സൊമാറ്റിക് മോട്ടോർ ന്യൂറോൺ ആണ്. ദെൻ ശരീരത്തിന്റെ ചില ഭാഗങ്ങളിലേക്ക് പോകുന്നു, ബ്രെയിൻ ഹിൽ എന്ന് വിളിക്കും. ദെൻ ജനറൽ വിസറൽ, ശരീരത്തിന്റെ ഓർഗൻസിനകത്തേക്കൊക്കെ പോകുന്നതിനെ നമ്മൾ ജനറൽ വിസർ, ഇങ്ങനെ 3 തരം മോട്ടോർ ന്യൂറോൺസ് ഉണ്ട്. ഇനി ഈ അപ്പറിന്റെയും ലോവറിന്റെയും ഇടയിൽ ദർ ക്യാൻ ബി ഇന്റർനൻഷ്യൽ ഓർ ഇന്റർന്യൂറോൺ. ഇന്റർന്യൂറോൺസ് എന്ന് പറയുന്ന ന്യൂറോൺസ് കൂടി ഇതിനിടയിൽ വർക്ക് ചെയ്യുന്നുണ്ടാകാം. അത് ഈ വരുന്ന ന്യൂറോൺസിന്റെ ആക്ഷൻ കൂടുതലാക്കാം. അത് നമ്മൾ ആക്ടിവേഷൻ എന്നാണ് പറയാ, അല്ലെങ്കിൽ കുറയ്ക്കാം, ഇൻഹിബിഷൻ, ഇങ്ങനെയൊക്കെയുള്ള ഇടപെടാം. അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഇനി അസെൻഡിങ് ട്രാക്സിൽ നമ്മൾ പറഞ്ഞത് ശരീരത്തിന്റെ ഇടതുവശത്തുള്ള വിവരങ്ങൾ. ഇപ്പൊ ഇത് ലെഫ്റ്റ് ആണ് അല്ലെ, ഇത് നമ്മൾ സാധാരണ റൈറ്റ് ആണ്, ഇത് ലെഫ്റ്റ് ആണെങ്കിൽ ഇടതുവശത്തുള്ള വിവരങ്ങൾ ദാ ഇവിടെ നേരെ സെൻസറി കോർട്ടക്സിന്റെ വലതുഭാഗത്താണ് എത്തുക. അവിടെയുള്ള സെൻസറി ഹോമൻകുലസ് എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തുക. തിരിച്ചും അങ്ങനെയാണ് എത്തുക എന്ന് പറയും. സോ സെയിം ആണ് നമ്മൾ മോട്ടോർ ഡിസെൻഡിങ്ങിന്റെ കാര്യത്തിലും. ഇവിടെ കോർട്ടക്സിന്റെ ഇടതുഭാഗത്തുള്ള മോട്ടോർ ഏരിയയിൽ നിന്ന് വരുന്ന ട്രാക്സുകൾ. സോ ഇത് ലെഫ്റ്റ് ആണ്, ഇടതുഭാഗത്ത് നിന്ന് വരുന്ന കാര്യങ്ങൾ ശരീരത്തിന്റെ വലതുഭാഗമാണ് നിയന്ത്രിക്കുക. സോ റൈറ്റിലേക്കാണ് നിയന്ത്രണം. സോ തിരിച്ചും ഇങ്ങനെ. സോ ഇങ്ങനെ മോട്ടോർ ട്രാക്സ് ഒരു വശത്ത് നിന്ന് അപ്പുറത്തേക്ക് കടക്കണം അല്ലെ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന് കടക്കുന്നതിനെ നമ്മൾ ഡെക്കുസേഷൻ എന്നാണ് വിളിക്കുക. അവിടെയും ഡെക്കുസേഷൻ എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞത്, ഡെക്കുസേഷൻ. സോ മോട്ടോർ ട്രാക്കിന്റെ ഡെക്കുസേഷൻ പല ലെവലിൽ നടക്കാം. ഏറ്റവും പ്രധാനമായിട്ട് നടക്കുന്നത് ഇവിടെ വെച്ചാണ്, ഇത് മെഡുല്ല ഏരിയയിലാണ്. സോ മെഡുല്ലറി ഡെക്കുസേഷൻ ആണ് ഏറ്റവും പ്രധാനം. ഇനി ബ്രെയിനിന്റെ ഭാഗത്ത് ഇവിടെ വെച്ചിട്ട് തന്നെ നടക്കാം, ഇവിടെ നിന്ന് വരുന്ന ഇങ്ങോട്ടേക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ നടക്കാം. അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് സ്പൈനൽ കോഡിന്റെ ഇവിടെ വരുന്നു എന്നിട്ട് ഇങ്ങോട്ടേക്ക് നടക്കാം, സ്പൈനൽ ഡെക്കുസേഷൻ നടക്കാം. സോ ഏറ്റവും പ്രധാനം മെഡുല്ലറി ഡെക്കുസേഷൻ ആണ്. ദെൻ ഹെഡ് നെക്ക്, തലയും കഴുത്തിന്റെ ഒക്കെ കാര്യങ്ങളിലെ എക്സെപ്ഷൻ ആണ്. കാരണം ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ തലയുടെ ഈ ഭാഗത്തേക്ക് തന്നെയൊക്കെ പോകാം. സെയിം സൈഡ് ഓഫ് ദ ബ്രെയിൻ നിയന്ത്രിക്കാം. ഇവിടെ നമ്മൾ സെറിബ്രത്തിൽ ഡിസ്ക്രൈബ് ചെയ്താണ്, ഇത് ഇവിടെ ഇരിക്കട്ടെ. ഞാൻ ജസ്റ്റ് വേറൊരെണ്ണം കൂടി ഒന്ന് വരച്ചേക്കാം. ഇതും ഇവിടെ ഒന്ന് ഇരിക്കട്ടെ. ഓക്കെ. സോ നമ്മൾ ഡയറക്ട് ട്രാക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്, പ്രൈമറി മോട്ടോർ ഏരിയ. പ്രൈമറി മോട്ടോർ ഏരിയ എന്ന് പറയുമ്പോൾ ഇത് സെൻട്രൽ സൾക്കസ് ആണെങ്കിൽ ഏരിയ നമ്പർ 4 പ്രൈമറി മോട്ടോർ ഏരിയ ആണ്. ഏരിയ നമ്പർ 6 സെക്കൻഡറി മോട്ടോർ ഏരിയ ആണ്. സോ ഇവിടെ നിന്നാണ് മിക്കവാറും 60% ആരംഭിക്കുക. സപ്പോസ് അത് ഇവിടെയാണെന്ന് കൂട്ടിയാൽ എവിടെ ഇരിക്കട്ടെ, 60% ട്രാക്സും ഇവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുക. ഇവിടെ എന്തുണ്ട്, മോട്ടോർ ഹോമൻകുലസ് ഒക്കെ ഉണ്ട്. സോ കുറച്ചെണ്ണം ഇവിടെ നിന്ന് സെൻസറി 1, 2, 3 എന്നൊക്കെ ആരംഭിക്കാം. കുറച്ച് ഈവൻ ദിസ് പരേറ്റൽ അവിടെ നിന്നും ആരംഭിക്കാം, ഏരിയ നമ്പർ 5 നിന്നൊക്കെ ആരംഭിക്കാം കേട്ടോ. എങ്കിലും ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ കുറച്ച് ആരംഭിക്കുന്നു എന്ന് കരുതുക. ആൻഡ് ഇവിടെ നമ്മൾ പറഞ്ഞു ഓൾറെഡി ഇവിടെ പിരമിഡൽ സെൽസ് ഉണ്ട്. പിരമിഡൽ സെൽസ് എന്ന് പറയാൻ കാരണം അവയ്ക്കൊരു പിരമിഡൽ ഷേപ്പ് ആണ് ഉണ്ടാവുക, അതുകൊണ്ടാണ് പിരമിഡൽ സെൽസ് എന്ന് നമ്മൾ വിളിക്കുക. ആൻഡ് ഇവിടെ നിന്ന് ആരംഭിച്ചിട്ട് പിന്നെ ഇവിടെ ഇന്റേണൽ ക്യാപ്സ്യൂൾ, നമ്മൾ തലാമസ് ഒക്കെ പഠിച്ചപ്പോൾ കണ്ടതാണ് നമ്മൾ ഇന്റേണൽ ക്യാപ്സ്യൂൾ. സോ ഇവിടെ നിന്ന് ആരംഭിച്ചിട്ട് ഇതിനകത്ത് കൂടി ഇങ്ങോട്ടേക്ക് വരികയാണ്, ഇന്റേണൽ ക്യാപ്സ്യൂളിനകത്ത് കൂടി താഴത്തേക്ക് വരികയാണ്. താഴത്തേക്ക് വന്നു, ഇവിടെയാണ് മിഡ് ബ്രെയിൻ ഇരിക്കുക. സോ മിഡ് ബ്രെയിനിലേക്ക് വന്നു. ഓക്കെ, ഇന്റേണൽ ക്യാപ്സ്യൂൾ വഴി മിഡ് ബ്രെയിൻ നമ്മൾ വരച്ചത് ഇങ്ങനെയാണ്, ഏകദേശം ഇങ്ങനെയാണ്. സോ ഇവിടെ ഒരു ഭാഗം ഉണ്ടായിരുന്നു,
ഉണ്ടായിരുന്നു. അതിന് നമ്മൾ ക്രസ് സെറിബ്രൈ എന്നാണ് വിളിച്ചത്. സോ ക്രസ് സെറിബ്രൈ നമ്മൾ ഓൾറെഡി അപ്പൊ പറഞ്ഞതാണ്. സോ ഇതാണ് ആ ട്രാക്ട്. ക്രസ് സെറിബ്രൈ വഴി താഴത്തേക്ക് മിഡ് ബ്രെയിൻ കഴിഞ്ഞ് താഴത്തേക്ക് വരാം. സോ ഇവിടം വരെ നമ്മൾ ഈ പറയുന്ന ഡയറക്ട് ട്രാക്സിൽ കോർട്ടിക്കോ സ്പൈനൽ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈ നേരത്തെ പറഞ്ഞ പിരമിഡൽ ട്രാക്സ് ഉണ്ട്, പ്ലസ് മറ്റേ കോർട്ടിക്കോ ന്യൂക്ലിയർ ട്രാക്സും ഇതിന്റെ കൂടെ വരുന്നുണ്ട്, ഓർ കോർട്ടിക്കോ ബൾബാർ ട്രാക്സും ഇതിന്റെ കൂടെ വരുന്നുണ്ട്. ഇനി എന്ത് ചെയ്യണം? ഇനി അതിനുശേഷം ഇവിടെ പോൺസിലൂടെ കടക്കണം അല്ലെ. ഇവിടെയാണ് പോൺസ് എന്ന് കൂട്ടിയാൽ പോൺസിലൂടെ കടന്ന് ദെൻ മെഡുല്ലയിലെത്തും. സോ ഇവിടെ മെഡുല്ലയെത്തും. സോ ദിസ് ഏരിയ മെഡുല്ലയാണെന്ന് കൂട്ടി കഴിഞ്ഞാൽ മെഡുല്ല. ആൻഡ് മെഡുല്ലയുടെ മുൻഭാഗം, മെഡുല്ല നമ്മൾ വരയ്ക്കുക ഇങ്ങനെയാണ് നമ്മൾ മെഡുല്ല വരയ്ക്കുക. ഓക്കെ, മെഡുല്ലയുടെ മുൻഭാഗമാണ് എന്ത്? പിരമിഡ്. സോ പിരമിഡ്സിലൂടെയാണ് ഇത് ഇങ്ങനെ കടക്കുക. സോ പിരമിഡ്സിൽ എത്തിക്കഴിയുമ്പോൾ, ഇവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും കടന്ന് ഇങ്ങനെ അങ്ങ് താഴത്തേക്ക് പോലെ ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഇടതുവശത്ത് നിന്ന് വരുന്നത്, സോ ദിസ് ഈസ് ലെഫ്റ്റ് സൈഡ്, ദിസ് ഈസ് റൈറ്റ് സൈഡ്. ഇവിടെ ഉള്ളത് ഇങ്ങോട്ടേക്ക് കടക്കുകയും റൈറ്റ് സൈഡിൽ നിന്ന് വരുന്നത് ഇങ്ങോട്ടേക്ക് കടക്കുകയും ചെയ്യും. എന്നിട്ട് വീണ്ടും താഴേക്ക് അങ്ങ് പോകും. ഓക്കെ, ഇതാണ് മെഡുലറി ഡെക്കുസേഷൻ ഓർ പിരമിഡൽ ഡെക്കുസേഷൻ. മെഡുലറി ഡെക്കുസേഷൻ ഓർ പിരമിഡൽ ഡെക്കുസേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ അതുകൊണ്ടാണ് ഇവ പിരമിഡൽ ട്രാക്സ് എന്ന് നമ്മൾ വിളിക്കാൻ കാരണം എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ മെഡുല്ല കഴിഞ്ഞ പിന്നെ സ്പൈനൽ കോഡാണ്. അത് സ്പൈനൽ കോഡിന്റെ പടം ഞാൻ ഇവിടെ വെച്ചു, വരയ്ക്കണ്ടല്ലോ, സമയം ലാഭിക്കാം. സോ സ്പൈനൽ കോഡിലൂടെ ഇത് ഏത് ഭാഗത്തൂടെയാണ് പോകുന്നത്? സോ ഈ വരുന്നത് ഡെക്കുസേറ്റ് ചെയ്ത് കഴിഞ്ഞ് വരുന്നത് സ്പൈനൽ കോഡിന്റെ ലാറ്ററൽ സൈഡിൽ കൂടി ആയിരിക്കും പോകുന്നത്. സോ ഇതാണ് ലാറ്ററൽ കോളം പാത്വേ. ലാറ്ററൽ കോളം താഴത്തേക്കാണ് പോകുന്നത്. ലാറ്ററൽ കോർട്ടിക്കോ സ്പൈനൽ ട്രാക്ട് ആണ്. ഡെക്കുസേറ്റ് ചെയ്യാത്തതോ? വേറെ ഡെക്കുസേറ്റ് ചെയ്യാത്തതുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അത് പോകുന്നത് ആന്റീരിയർ കോളം വഴിയാണ്. അത് ഇങ്ങനെ വന്നിട്ട് ഈ വഴി അങ്ങ് താഴത്തേക്ക്. ഓക്കെ, ആന്റീരിയർ കോളം, അതിനെ നമ്മൾ ആന്റീരിയർ കോളം കോർട്ടിക്കോ സ്പൈനൽ ട്രാക്ട് എന്ന് പറയും. ഇനി ഈ ലാറ്ററൽ കോളം നമ്മളെ സ്പൈനൽ കോഡിന്റെ ഇതിലൂടെ പോകുന്നത് ഏറ്റവും അവസാനം. സ്പൈനൽ കോഡ് ഇപ്പൊ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ അവസാനം കോസിക്സ് ഒക്കെ വരയ്ക്കും അല്ലെ. അവിടം വരെ ഏകദേശം എത്തുന്നുണ്ട്. ഏത് ലാറ്ററൽ സൈഡിൽ കൂടി വരുന്ന എല്ലാം അവിടം വരെ എത്തുന്നുണ്ട്. സോ ഇടയ്ക്ക് ഓരോ സ്പൈനൽ ഭാഗത്തു നിന്നിന്റെ ലോവർ മോട്ടോർ ന്യൂറോൺസ് ഇവിടെ എത്തുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു ലോവർ മോട്ടോർ ന്യൂറോൺ ഇവിടെ നിന്ന് ആരംഭിക്കും, ഒരെണ്ണം ഇവിടെ നിന്ന് ലോവർ മോട്ടോർ ന്യൂറോൺ ആരംഭിക്കും. സോ ഇത് മുൻവശത്ത് കൂടിയാണ് പോവുക. നമുക്കറിയാം മോട്ടോർ ട്രാക്റ്റുകൾ പോകുക ഇവിടെ നിന്ന് ആരംഭിച്ച് ഇങ്ങനെ മുൻവശത്ത് കൂടിയാണെന്ന് നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കുക. ഓക്കെ, മുൻവശത്ത് കൂടിയാണ് പോവുക. ഗ്രേ മാറ്ററിന്റെ ആന്റീരിയർ ഹോൺ വഴിയാണ് ഇത് സ്പൈനൽ കോഡിൽ നിന്ന് പുറത്തേക്ക് പോവുക. സോ ദിസ് ഡയറക്ട് പാത്വേ പറ്റിയാണ് നമ്മൾ പറയാം. ഇത് മൂവ്മെന്റ്സിന് വേണ്ടിയുള്ളതാണ്. സോ ദിസ് ഡയറക്ട് പാത്വേ ഈസ് ഫോർ മൂവ്മെന്റ്സ്. ഏതൊക്കെ മൂവ്മെന്റ്സ് ആണ്? സ്കെലിറ്റൽ മസിൽ മൂവ്മെന്റിനാണ് പ്രധാനപ്പെട്ടത്. ആൻഡ് ഇത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് ഫ്ലെക്സർ ടൈപ്പ് ഓഫ് മൂവ്മെന്റിനാണ്. ഇൻഹിബിറ്റ് ചെയ്യുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്റ്റൻസർ ടൈപ്പ് ഓഫ് മൂവ്മെന്റ് ആണ്. അതെന്താണെന്ന് ഞാൻ ഓൾറെഡി റിഫ്ലക്സ് ആർക്ക് അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഫ്ലെക്സറിന് ഇത് ഫെസിലിറ്റേറ്ററി ആണ്, എക്സ്റ്റൻസറിന് ഇത് ഇൻഹിബിറ്റ്. സോ ഈ മോട്ടോർ പാത്വേ എന്തിനു വേണ്ടിയുള്ളതായിരിക്കും? ഈ മോട്ടോർ പാത്വേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സെറിബ്രൽ കോർട്ടക്സിൽ നിന്നാണ് ആരംഭിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇറ്റ് ഈസ് ഫോർ വോളണ്ടറി, നമ്മൾ സ്വയം ചെയ്യുന്ന, കോൺഷ്യസ് ബോധത്തോടുകൂടി ചെയ്യുന്ന, സ്കിൽഫുൾ നല്ല ശ്രദ്ധയോടുകൂടി നല്ല സ്കിൽ ഉപയോഗിച്ച് ചെയ്യുന്ന, പ്രിസൈസ് കൃത്യമായി ചെയ്യുന്ന. സോ ഇങ്ങനെ പോകുന്ന എല്ലാ ബോഡി മൂവ്മെന്റ്സിനും വേണ്ടിയുള്ളതാണ് ഏത് പാത്വേ? ഡയറക്ട് പാത്വേ ഓർ നമ്മൾ ഇതിനെ പിരമിഡൽ പാത്വേ എന്ന് പറയാം. സോ ബ്രെയിനിലെ സെറിബെല്ലം, ദെൻ ബേസൽ ഗാംഗ്ലിയ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ അതിന്റെയൊക്കെ കൺട്രോൾ കഴിഞ്ഞിട്ടാണ് ഇത് വരിക കേട്ടോ. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം. സോ കൃത്യമായിട്ട് പ്രിസൈസ് ആൻഡ് സ്കിൽഫുൾ മൂവ്മെന്റിന് വേണ്ടിയുള്ളതാണ് ഈ ഡയറക്ട് ഓർ പിരമിഡൽ പാത്വേ. ഈ മെഡുലിൽ വെച്ച് ഡെക്കുസേറ്റ് ചെയ്യുന്നത് ഈ വരുന്ന മൊത്തത്തിന്റെ 80% ബാക്കി 20% ഡെക്കുസേറ്റ് ചെയ്യാതെയാണ് പോകുന്നത്. സോ ഡെക്കുസേറ്റ് ചെയ്യാതെ പോകുന്നത്. സോ ഇങ്ങനെ വരുന്നത്, ഇതിങ്ങനെ താഴത്തേക്ക് ഇറങ്ങാണ്. അതാണ് ഇത് എന്ന് കരുതിയ സ്പൈനൽ കോഡിലെത്തി. സ്പൈനൽ കോഡിന്റെ ഇവിടെ കൂടിയാണ് അത് പോവുക, ആന്റീരിയർ ആണ്. സോ ദിസ് ഈസ് നോട്ട് ലാറ്ററൽ. സോ ഡെക്കുസേറ്റ് ചെയ്യാത്തത് നോട്ട് ഡെക്കുസേറ്റഡ്, അത് ആന്റീരിയർ വഴിയാണ് താഴത്തേക്ക് പോവുക. ആൻഡ് ഇത് ഡെക്കുസേറ്റ് ചെയ്ത് വരുന്നു, തിരിച്ചിങ്ങനെ അങ്ങ് പോകുന്നു. ഇത് നേരെ ഡെക്കുസേറ്റ് ചെയ്യാതെയാണ് വരുന്നത്. സോ ഇത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവിടെ വെച്ചിട്ട് സ്പൈനൽ കോഡ് ലെവലിൽ വെച്ചിട്ട് സ്പൈനൽ കോഡിന്റെ ഗ്രേ മാറ്റർ, വൈറ്റ് മാറ്റർ, ഇവിടെ കമ്മീഷേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇതിലൂടെ ഇവിടെ എത്തിയിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് പോകും. സോ എന്നിട്ട് ഇവിടെ നിന്നാണ് ലോവർ മോട്ടോർ ന്യൂറോൺ ആരംഭിക്കും. സോ ഡെക്കുസേറ്റ് ചെയ്യാത്തത് ആന്റീരിയറിലൂടെ വരുന്നത് സ്പൈനൽ കോഡ് ലെവലിൽ വെച്ചിട്ടാണ് ഡെക്കുസേഷൻ അല്ലെങ്കിൽ ക്രോസ് ഓവർ നടക്കുക. സോ ക്രോസ് ഓവർ occurs at spinal cord level. ഏതിന്റെയാണ്? the motor tracts which are not decussated at the medulla. അപ്പോൾ ഇവിടെ നിന്ന് ലോവർ മോട്ടോർ ന്യൂറോൺ ഇപ്പുറത്തെ സൈഡിൽ നിന്നായിരിക്കും ആരംഭിക്കും. അപ്പോഴും ഇപ്പോൾ കൺട്രോൾ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ ബോഡി തന്നെയാണ്. ആൻഡ് ഇത് ഇങ്ങനെ താഴത്തേക്കൊന്ന് കോസിക്സ് വരെയൊന്നും പോകത്തില്ല. ഇത് മിക്കവാറും മിഡ് തൊറാസിക് ആകുമ്പോഴത്തേക്കും അവസാനിക്കുകയും ചെയ്യും. ഓക്കെ, സോ അപ്പോൾ ഈ ട്രാക്സിന്റെ ഫംഗ്ഷൻ എന്താ? ഈ ട്രാക്സിന്റെ ഫംഗ്ഷൻ ബോഡിയുടെ ട്രങ്ക് മൂവ്മെന്റ്സ് ആണ്. ശരീരത്തിന്റെ ട്രങ്ക്, വയറ് ആ ഭാഗങ്ങളാണല്ലോ ട്രങ്ക് മൂവ്മെന്റ്സ് ആണ്. കൈന്റെയും കാലിന്റെയും പ്രോക്സിമൽ ഭാഗം. ഇത് നമ്മുടെ കാലാണെങ്കിൽ ഇത് കാലിന്റെ, അല്ലെങ്കിൽ ഇത് കൈന്റെ മുകൾ ഭാഗം, ഇത് അടിഭാഗം. സോ ഈ അടിഭാഗത്തേക്ക്
വേറെ ആയിരിക്കും പോവുക. ഈ മുകൾ ഭാഗം അല്ലെങ്കിൽ കാലിന്റെ മുകൾ ഭാഗമാണ്. സോ ഇത് നമുക്ക് വേണ്ടത് ഓടാനും നടക്കാനും ഒക്കെയാണ്. സോ ദീസ് ആർ ഫോർ ബേസിക് മൂവ്മെന്റ്, പ്രിസൈസ് ഫൈൻ മൂവ്മെന്റ്സിനല്ല, ബേസിക് ആയിട്ടുള്ള ഓടൽ ചാടൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ട്രാക്ട് പോവുക. മറ്റേത് നമ്മൾ പറഞ്ഞു സ്കിൽഫുൾ പ്രിസൈസ് മൂവ്മെന്റ് വേണ്ടിയിട്ടുള്ളതാണ് നമ്മളുടെ ഡയറക്ട് ഡെക്കുസേറ്റഡ് പാത്വേ. അടുത്തത് നമുക്ക് കോർട്ടിക്കോ ന്യൂക്ലിയർ ട്രാക്സ് അല്ലെങ്കിൽ കോർട്ടിക്കോ ബൾബാർ ട്രാക്സിനെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് മറ്റേ പാത്വയെ കുറിച്ച് പറയാം. സോ ഇതും കോട്ടക്സിൽ നിന്നാണ് ആരംഭിക്കുന്നത്. സോ ഇത് കോട്ടക്സിന്റെ മോട്ടോർ ഹോമൻകുലസ്, അത് കൈ ഭാഗം, ഇത് തലഭാഗം, അങ്ങനെ നാക്ക്, അങ്ങനെയൊക്കെയുള്ള ഭാഗം, കാല്, അങ്ങനെയൊക്കെയുള്ള ഭാഗമാണ്. സോ ഇതും മോട്ടോർ കോട്ടക്സിൽ നിന്ന് ആരംഭിക്കുന്നു. അത് ഇങ്ങനെ പോയി ഇതാ ഇന്റേണൽ ക്യാപ്സ്യൂൾ ഞാൻ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇന്റേണൽ ഇത് തലാമസ് ആണ്, ഇത് ബേസൽ ഗാംഗ്ലിയയുടെ ഭാഗങ്ങളാണ്. അതിനിടെ കൂടിയാണല്ലോ ഇന്റേണൽ ക്യാപ്സ്യൂളിലേക്ക് പോവുക. സോ ഇവിടം വരെ ഞാൻ പറഞ്ഞു നേരത്തെ വരുന്നത് പോലെ മറ്റേ ട്രാക്കിനൊപ്പം തന്നെയാണ് വരിക. സോ ഇതിനുശേഷം ക്രേനിയൽ നെർവ്സിന്റെ വേരിയസ് ന്യൂക്ലിയയിൽ അവസാനിക്കുകയാണ്. സോ ഇതാണ് ക്രേനിയൽ നെർവ് നമ്പർ 3 അവസാനിക്കുന്നു. 3 എന്ന് പറയുമ്പോൾ ഒക്കുലോമോട്ടോ. ദെൻ 4ാമത്തത് ട്രോക്ലിയർ ആണ്. 5ാമത്തത് ട്രൈജെമിനൽ ആണ്. 6ാമത്തത് അബ്ഡ്യൂസൻസ് ആണ്. ദെൻ 7ാമത്തത് ഫേഷ്യൽ ആണ്. ദെൻ 8ാമത്തെ ഇല്ല. 9ാമത്തത് ഗ്ലോസോഫാരിഞ്ചൽ, 10 വാഗൽ, 11 അക്സസറി, 12 ഹൈപ്പോഗ്ലോസൽ. സോ ഇങ്ങനെയൊക്കെയുള്ള വേരിയസ് ക്രേനിയൽ നെർവ്സിൽ വന്ന് അവസാനിക്കുകയാണ് ഇത് ചെയ്യുക. ഓക്കെ, 3 മുതൽ 12 വരെ 8 ഒഴിച്ച് ബാക്കി എല്ലാത്തിലും വന്ന് അവസാനിക്കും. സോ ഇതുമൂലം നമ്മുടെ പ്രധാനമായിട്ടും നമ്മുടെ കണ്ണിന്റെ വോളണ്ടറി മൂവ്മെന്റ്സ് നടക്കും. ഒക്കുലോമോട്ടോർ എന്ന് പറയുമ്പോൾ കണ്ണ് നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ കണ്ണിന്റെ വോളണ്ടറി മൂവ്മെന്റ്സ് നടക്കുന്നുണ്ട്. ദെൻ നാക്കിന്റെ മൂവ്മെന്റ്സ് നടക്കുന്നുണ്ട്. നാക്കിന്റെ മൂവ്മെന്റ്സ് പറയുമ്പോൾ സംസാരം വരും, സംസാരിക്കുക, ടോക്കിംഗ്. ദെൻ കഴുത്തിന്റെ മൂവ്മെന്റ്സ്, കണ്ണ് അങ്ങോട്ടൊക്കെ ചലിക്കുന്ന അനുസരിച്ച് കഴുത്ത് മൂവ് ചെയ്യും. ദെൻ ചവക്കലും നടക്കുന്നുണ്ട്. ദെൻ മുഖത്തെ എക്സ്പ്രഷൻസ് ഒക്കെ ഇത് വെച്ചിട്ടാണ്. ദെൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഇത് വരിക. സോ ഇത് താഴത്തേക്ക് നടക്കുന്നില്ല. ദാറ്റ് മീൻസ് മെഡില്ല. ഇത് മെഡിലാണെങ്കിൽ മെഡിൽ കഴിഞ്ഞ് സ്പൈനൽ കോഡിലേക്ക് ഇത് പോകുന്നില്ല. സോ ഇതാണ് കോർട്ടിക്കോ ന്യൂക്ലിയർ ട്രാക്ട്, കോർട്ടിക്കോ ബൾബാർ ട്രാക്ട്. സോ ഇത് ബ്രെയിൻ വിട്ട് താഴത്തേക്ക് പോകുന്നില്ല, മെഡുല്ല വരെ വരുന്നുള്ളൂ. ഇനി നമുക്ക് താഴത്തേക്ക് പോകുന്ന ലാസ്റ്റ് ട്രാക്ട്സ് നമുക്ക് പറയേണ്ട, മോട്ടോർ ട്രാക്ട് പറയേണ്ടത് എക്സ്ട്രാ പിരമിഡൽ ട്രാക്സിനെ കുറിച്ചിട്ടാണ്. എക്സ്ട്രാ പിരമിഡൽ ട്രാക്സ്. സോ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്തായിരുന്നു? ഇത് സെറിബ്രൽ കോർട്ടക്സിൽ നിന്ന് ആരംഭിക്കുന്നില്ല എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് ഇത്രയും സെറിബ്രൽ കോർട്ടക്സ് ആയിട്ട് കൂടി കഴിഞ്ഞാൽ ഇവിടെ നിന്നൊന്നും ആരംഭിക്കുന്നില്ല. അതാണ് പ്രധാനപ്പെട്ട. ദീസ് ആർ സബ് കോർട്ടിക്കൽ ആണ്, കോർട്ടക്സിന്റെ തൊട്ട് താഴെ നിന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോൺസിൽ നിന്ന് ആരംഭിക്കാം, അല്ലെങ്കിൽ അതിന്റെ മിഡ് ബ്രെയിൻ. ഇത് മിഡ് ബ്രെയിൻ ആണ്, ഇത് പോൺസ് ആണ്, ഇത് മെഡുല്ല ആണെങ്കിൽ ഇവിടെ നിന്നൊക്കെ ആയിരിക്കും മിക്കവാറും ആരംഭിക്കുക. ആൻഡ് ഇതൊന്നും തന്നെ മെഡുല്ലയിലെ പിരമിഡിലൂടെ കടന്നു പോകുന്നില്ല. ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക, മെഡുല്ല വരയ്ക്കുക. സോ ഈ ഭാഗത്തുകൂടെ കടന്നു പോകുന്നില്ല, ഇങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെയാണ് കിടക്കുക. നോ ഡെക്കുസേഷനും ഇല്ല. സോ ദീസ് എക്സ്ട്രാ പിരമിഡൽ എന്നുള്ള വാക്ക് ഭയങ്കര ഫേമസ് ഒക്കെ ആണെങ്കിലും ഇപ്പൊ അധികം യൂസ് ചെയ്യുന്നില്ല. ഇപ്പൊ വെറുതെ ലാറ്ററൽ ഓർ ആന്റീരിയർ ട്രാക്സ് തന്നെയാണ് പറയാ. സോ എന്തായാലും ഇവിടെ നിന്നൊക്കെ ആരംഭിക്കുകയാണിത്. മെഡുല്ലയുടെ മിഡ് ബ്രെയിൻ്റെയും പോൺസിന്റെ അവിടെ നിന്നൊക്കെ ആരംഭിക്കുകയാണ്, താഴത്തേക്ക് വരികയാണ്. താഴത്തേക്ക് പോകുന്നത് മിക്കവാറും ലാറ്ററൽ അല്ലെങ്കിൽ ആന്റീരിയർ ഇങ്ങനെ തന്നെ ആയിരിക്കും പോവുക. സോ അല്ലാതെ വേറെ വഴികളൊന്നും, താഴത്തേക്ക് പോകാൻ അതാണ് വഴിയുള്ളൂ. സോ പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, വൺ ഈസ് റുബ്രോ സ്പൈനൽ ആണ് ഒരു പ്രധാനപ്പെട്ടത്. റുബ്രോ എന്ന് പറയുന്നത് മിഡ് ബ്രെയിനിൽ നിന്ന് ആരംഭിക്കുന്നതാണ്. മിഡ് ബ്രെയിനിൽ ഒരു ന്യൂക്ലിയസ് നമ്മൾ പറഞ്ഞായിരുന്നു, അതിനെ റെഡ് ന്യൂക്ലിയ എന്നാണ് പറഞ്ഞത്. റെഡ് ന്യൂക്ലിയയിൽ നിന്ന് ആരംഭിക്കുന്നതാണ്. ഇതിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ടോൺ ഓഫ് ലിംസ്, കൈകാലുകളുടെ ആ മസിലിന്റെ ടോൺ കൃത്യമായിട്ട് നിലനിർത്തുക എന്നുള്ളതാണ് ഇത് വരുന്നത്. ഇത് ലാറ്ററൽ കോളം വഴിയാണ് താഴത്തേക്ക് വരിക. സ്പൈനൽ കോഡ് ഇപ്പം ഇങ്ങനെ വരികയാണെങ്കിൽ ഇവിടെയുള്ള കോളം വഴിയാണ് താഴത്തേക്ക് വരിക. രണ്ടാമത്തത്, സോ ഇതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് നമുക്ക് പറയാനുള്ളത് മീഡിയൽ ആൻഡ് ഓൾസോ ലാറ്ററൽ റെറ്റിക്കുലോ സ്പൈനൽ ആണ്. റെറ്റിക്കുലോ സ്പൈനൽ ട്രാക്സുകളാണ് രണ്ടാമത്തെ എക്സ്ട്രാ പിരമിഡൽ ട്രാക്സ്. മീഡിയൽ ആരംഭിക്കുന്നത് മെഡുല്ലയിൽ നിന്നാണ്. സോ മീഡിയൽ മെഡുല്ലയിൽ നിന്നാണ്. ലാറ്ററൽ ആരംഭിക്കുന്നതിന് മുകളിലുള്ള പോൺസിൽ നിന്നാണ്. സോ മീഡിയലിന് ഇൻഹിബിറ്ററി ആക്ഷൻസ് ആണുള്ളത്, സ്റ്റിമുലേറ്റ് ഫ്ലക്സർ. ദെൻ ലാറ്ററലിനാണെങ്കിൽ സ്റ്റിമുലേറ്ററി ആണ്, എക്സ്റ്റൻസറിന് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. സോ രണ്ടും ആന്റീരിയർ ട്രാക്ട് വഴിയാണ് പോവുക. ആന്റീരിയർ എന്ന് പറയുമ്പോൾ ഇവിടെയാണ്, പക്ഷേ ഇതിന് താഴത്തേക്ക് പോകുന്നില്ല, കഴുത്ത് വരെ മാത്രമേ ഈ മീഡിയൽ ആൻഡ് ലാറ്ററൽ സ്പൈനൽ എത്തുന്നുള്ളൂ. അടുത്തത് വെസ്റ്റിബുലോ ട്രാക്ട് ആണ്. വെസ്റ്റിബുലോ സ്പൈനൽ ട്രാക്ട് ആണ്. ആൻഡ് ഇത് വെസ്റ്റിബുലാർ ന്യൂക്ലിയയിൽ നിന്നാണ് തുടങ്ങുന്നത്. വെസ്റ്റിബുലാർ ന്യൂക്ലിയയിൽ നിന്ന് തുടങ്ങി ഇത് ആന്റി ഗ്രാവിറ്റി മസിൽസിനെ കൺട്രോൾ ചെയ്യുക. തലയുടെ പോസ്റ്റർ, ബാലൻസ്, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്.
ഓക്കെ, ഇതിനും ഡെക്കുസേഷൻ ഇല്ല. ആൻഡ് പോകുന്നത് ആൻറ്റീരിയർ ട്രാക്കിലൂടെയാണ്, എന്ന് വെച്ചാൽ ഈ വഴിയിലൂടെയാണ് പോവുക. ദെൻ പിന്നുള്ളത് ടെക്ടോ ആണ്. മിഡ് ബ്രെയിനിൽ നിന്നുള്ള ടെക്ടത്തിൽ നിന്ന് ആരംഭിക്കുക. മീൻസ് ടെക്ടം എന്ന് പറയുമ്പോൾ അവിടെ സുപ്പീരിയർ കോളിക്കുലസ് ഉണ്ട്. ആൻഡ് ഇത് ഇവിടെ വെച്ചിട്ടാണ്, ഇപ്പോൾ ഇത് സുപ്പീരിയർ കോളിക്കുലസ് ആണെങ്കിൽ ഇവിടെ നിന്ന് ആരംഭിച്ചിട്ട് ഇവിടെ വെച്ചിട്ട് തന്നെ ഇത് ക്രോസ് ചെയ്തിട്ടാണ് താഴത്തേക്ക് വരിക. ഹെഡ് ആൻഡ് നെക്ക് മൂവ്മെൻറ്റിനാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി വേറെ രണ്ടെണ്ണം കൂടി പറയാനാണെങ്കിൽ ഒരെണ്ണം കൂടി നമുക്ക് പറയാം, ഒലിവോ സ്പൈനലാണ്. സോ നാലാമത്തൊന്ന് എഴുതിയേക്കാം പേര് ടെക്ടോ സ്പൈനൽ, അഞ്ചാമത്തത് ഒലിവോ സ്പൈനൽ. സോ ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട എക്സ്ട്രാ പിരമിഡൽ ട്രാക്സ്. അപ്പം നമ്മൾ പറഞ്ഞത് ബ്രെയിനിൽ നിന്ന് ആരംഭിച്ച് അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ സബ് കോർട്ടക്സിൽ നിന്ന് ആരംഭിച്ച് താഴത്തേക്ക് പോകുന്ന അപ്പർ മോട്ടോർ ന്യൂറോണും ലോവർ മോട്ടോർ ന്യൂറോണിൻ്റെ ട്രാക്റ്റുകൾ ഏതെല്ലാമാണ് പ്രധാനപ്പെട്ടതെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് മോട്ടോർ ട്രാക്സ് വീഡിയോ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.